ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ കലാപരിപാടി എന്തുവാണെന്ന് വെച്ചാൽ ഒരു റെസിപ്പി വീഡിയോ ആണ്. ചെറിയ റെസിപ്പി വീഡിയോ. അത് വേറൊന്നുമല്ല, പലർക്കും അറിയാം, ഒരു ഓംലെറ്റ് വീഡിയോ ആണ്. പലർക്കും ഈ റെസിപ്പി അറിയാം, പക്ഷെ അറിയാത്തവർ ഇത് ട്രൈ ചെയ്യണം, മസ്റ്റ് ട്രൈ ചെയ്യണം. നല്ല രുചിയുണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഈ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കുക. ബൗളിൽ ഇച്ചിരി ഉപ്പിടുക. പിന്നെ ആ റെഡ് കളർ സാധനം എന്തുവാ ഇട്ടെന്ന് നിങ്ങൾ ചിന്തിക്കുകയല്ലേ? അത് വേറൊന്നുമല്ല ഗായ്സ്, നമ്മളുടെ മുളകാപ്പൊടിയാണ്. മുളകാപ്പൊടി ഇച്ചിരി ഇട്ടെങ്കിൽ ഇച്ചിരി ഇട്ടിട്ട് മുളകാപ്പൊടി ഇച്ചിരി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം ചേർക്കണേ. വെള്ളം ഇച്ചിരി മതി. വെള്ളം ഒത്തിരി ഒന്നും വേണ്ട. ഈ വെള്ളം ഇപ്പോൾ ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഈ വെള്ളം ഇടുക, നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഐസ്ക്രീം മെൽറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുന്നത്, അങ്ങനത്തെ മിക്സാണ്. സ്പൂൺ ഇടുവാണേ. എവിടെ സ്പൂൺ എന്നറിയാം? സ്പൂൺ കിട്ടി. അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്യണം. ക്യാമറ ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കും, അതുകൊണ്ടാണ്. എനിക്ക് ക്യാമറ സ്റ്റാൻഡ് ഒന്നുമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സോ മെയിൻ താരം മുട്ടയില്ലെങ്കിൽ നമ്മൾ ഓംലെറ്റ് എന്ന് എന്തിനാ പറയുന്നത്? പിന്നെ ആദ്യം തന്നെ ഉപ്പൊക്കെ ഇടുമ്പോഴേ പാനൊക്കെ ഫ്ലെയിമിലിടണേ. പിന്നെ കോഷൻ, ചിൽഡ്രൻസ് ബിലോ 9 years, അല്ല മലയാളത്തിൽ പറയാം, കുട്ടികൾ 9 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പോവുക. എന്നെ അമ്മ പറഞ്ഞു തന്നത് കൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണേ. അപ്പോൾ ഞാൻ മുട്ടയിട്ട് പാരൻസിനും ചെയ്യാം, 5ാം ക്ലാസ് കുട്ടികൾക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാവേ. പക്ഷേ 8 വയസ്സ് താഴെയുള്ളവർക്ക് 8 വയസ്സ് കൂടെ ചെയ്യാൻ പറ്റത്തില്ല, 9 വയസ്സും ചെയ്യാൻ പറ്റത്തില്ല. 10 വയസ്സ് തൊട്ടാണ് ഈ കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നല്ലതായിട്ട് മിക്സ് ചെയ്യണം മുട്ട. പിന്നെ ഹൈ ഫ്ലെയിം ലോ ഫ്ലെയിമൊക്കെ 9ാം വയസ്സ് തൊട്ട് ഇത് പഠിപ്പിച്ച് കൊടുത്തേക്കണം. നോക്കിക്ക്, ഇങ്ങനെയാണ് നമ്മൾ ഇത് മുട്ടയൊക്കെ ഇത് ചെയ്യേണ്ടത്. സോ നല്ലപോലെ ഇത് ഇങ്ങനെ ചെയ്യണം. സോ ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഞങ്ങളുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പാൻ ചൂടായെങ്കിൽ ഇതൊന്ന് ഇത് ഒഴിക്കുക. പിന്നെ പെപ്പർ ഞാൻ ഇതിലൊക്കെയാണ് ഇരിക്കുന്നത്. പെപ്പർ ഇച്ചിരി ഇട്ടിട്ട് ഇങ്ങനെ ഇത് ചെയ്യുക. പിന്നെ 2 സൈഡും